വളരെ കുറഞ്ഞ ആളുകളെ കൊണ്ട് ബദർ യുദ്ധം വിജയിക്കാൻ കഴിഞ്ഞു. ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കളെക്കാളും കൂടുതൽ മുസ്ലിങ്ങളായിരുന്നു ഹുനൈൻ യുദ്ധത്തിൽ കൂടുതലുണ്ടായി. പക്ഷെ ആ യുദ്ധത്തിൽ മുസ്ലിങ്ങളിൽ ഒരു ഘട്ടത്തിൽ പരസ്പരം ചിതറിപ്പോവുകയും ഒരു പരാജയം നേരിടുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവർ കുറഞ്ഞ ആളുകളാണുള്ളത്. അവർ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാത്രം അഭയം തേടി, നബിയാണ് മുമ്പിലുള്ളത്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും, വിജയിക്കും എന്നുള്ള ആ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധത്തിലും അത് ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലുണ്ടല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസം, ചെറിയതായ ഒരു ചേഞ്ചിങ്, ഒരു മാറ്റം അവര് വന്നപ്പോ മുസ്ലിങ്ങളായ ആളുകൾ കൂടുതൽ ഉണ്ടായിട്ട് പോലും ഹുനൈൻ യുദ്ധത്തിൽ ചിതറിപ്പോയ ഒരു സംഭവം പറയുന്നു. ഇതാണ് അചഞ്ചലമായി നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ എത്ര കുറഞ്ഞ ആളുകളാണെങ്കിലും വിശ്വാസത്തിന് പവറുണ്ട്, അതിന് ശക്തിയുണ്ട്. മഹത്തുക്കളായ ബദരീങ്ങൾ അവരെ എന്നെന്നും സ്മരിക്കപ്പെടുകയും അവരുടെ മദദ്, അവരുടെ ആത്മീയമായ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ ബദരീങ്ങൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എല്ലാം. മഹാനായ ഖതാദ റളിയല്ലാഹു തആല വബിഖൈസിഹിം വഖദാദത്തിൻ അഈനുഹു റുദ്ദത്ത് ബികഫിൽ മുസ്തഫൽ ഹസനായി ബദരിയത്തുൽ ഹംസയിൽ നമുക്ക് കാണാൻ കഴിയും. ഖതാദ റളിയല്ലാഹു തആല മഹാന്റെ ആ കണ്ണ് ബദർ യുദ്ധത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു, പുറത്തേക്ക് തൂങ്ങിപ്പോയി. അങ്ങനെ ആ കണ്ണ് പഴിച്ചെടുക്കാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടി സ്വഹാബിമാർ ശ്രമിച്ചു. പക്ഷേ മറ്റുള്ള സ്വഹാബിമാർ, ഒരു കൂട്ടം ആളുകൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഖതാദ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സമയത്ത് റദ്ദത്ത് കഫിൽ മുസ്തഫൽ ഹസനായി, ആ ബറക്കത്താക്കപ്പെട്ട, ആ ശ്രേഷ്ഠമാക്കപ്പെട്ട കണ്ണുകൊണ്ട്, ആ കൈ കൊണ്ട് ഖതാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് ആ സ്ഥാനത്ത് വെച്ച് വന്ന് തടഞ്ഞു കൊടുത്തു. അതോടുകൂടെ പൂർവസ്ഥിതിയിലേക്ക് ഖതാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് വന്നു എന്നാണ് ചരിത്രം പറയുന്നത്, ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അവരുടെ വിശ്വാസം, അവരുടെ ദൃഢതയുമായിരുന്നു. റുക്കാശ റളിയല്ലാഹു തആല അൻഹു, മഹാന്റെ കയ്യിലുണ്ടായിരുന്ന വാള്, ആ വാള് പൊട്ടിപ്പോയി, യുദ്ധത്തിൽ പൊട്ടിപ്പോയി. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുക്കാശ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ഈത്തപ്പനയുടെ മടരി എടുത്തുകൊണ്ട് റുക്കാശ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. റുക്കാശ റളിയല്ലാഹു തആല അൻഹു ആ മഹാന്റെ കയ്യിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഈത്തപ്പനയുടെ മട്ടൽ നൽകലോടുകൂടെ അതൊരു വാളായി രൂപാന്തരപ്പെട്ടു. റുക്കാശ റളിയല്ലാഹു തആല അൻഹു ആ യുദ്ധത്തിൽ ആ ആയുധം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ആ ഈത്തപ്പന മട്ടൽ കൊണ്ട് അഥവാ വാളായി രൂപാന്തരപ്പെട്ട് അതുകൊണ്ട് യുദ്ധം ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം അവർക്കുണ്ടായി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശറഇന്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ എത്രയാണെങ്കിലും ശരി, ആ നിയമങ്ങൾ എന്താണോ പറയുന്നത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. ദീൻ എന്ത് പറയുന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നമ്മൾ കൽപ്പിച്ചോ, ആ കാര്യങ്ങൾ അപ്പടി നമ്മൾ സ്വീകരിക്കുക, അത് നമ്മൾ ശിരസ വഹിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനെല്ലാം ഒരു മാർഗമാണ് നമ്മൾ അസ്ഹാബുൽ ബദരീങ്ങൾ, ആ ബദരീങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത്. സുദീർഘമായി പ്രഭാഷണം നടത്തേണ്ട സമയമല്ല.
നമുക്ക് വാക്കുകൊടുക്കാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീട്ടി പറയുകയില്ല. മഹാന്മാരായ പണ്ഡിതന്മാരും കിതാബുകളിൽ എല്ലാ കിതാബുകളിലും ബദരീകളെ പേര് പറയുന്നതിന്റെ ശ്രേഷ്ഠതകളെ പറ്റി പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന സത്യങ്ങൾ അവർ പറയുന്നത് നമ്മൾ ഈ ബദർ അസ്ഹാബുൽ ബദരീകളെ നാമങ്ങൾ അത് നമ്മൾ പതിവാക്കിയാൽ അത് നമുക്ക് ലഭിക്കുന്നതായ കാര്യങ്ങളെ പറയുന്നത് അല്ലാഹു തആലയുടെ സംരക്ഷണം, അവന്റെ കാവൽ, നമ്മൾ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടൽ, പേടിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടൽ, ഇതെല്ലാം അസ്ഹാബുൽ ബദരീകളെ നമ്മൾ നിരന്തരമായി അവരുടെ നാമങ്ങൾ ഉച്ചരിച്ച് ബറക്കത്തെടുത്താൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ശത്രുവിന്റെ അക്രമിയായ ശത്രുവിനെ തൊട്ടുള്ള നിർഭയത്വം ലഭിക്കുന്നു. കപ്പലിൽ അവൻ യാത്ര ചെയ്യുകയാണെങ്കിൽ, വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ അവനക്ക് നിർഭയത്വം നൽകുന്നു. പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അവനക്ക് നിർഭയത്വം ലഭിക്കുന്നു. അതേ പ്രകാരം കളവ് നടത്തുന്ന മോഷണക്കാരുടെ, കള്ളന്മാരുടെ ഈരത്തുകൾ, തന്ത്രങ്ങളെ തൊട്ട് അവനക്ക് നിർഭയത്വം ലഭിക്കും. കെട്ടിടങ്ങൾ പൊളിഞ്ഞു ചാടി മരണപ്പെടുക, അപകടങ്ങൾ സംഭവിച്ച് മരണപ്പെടുക, അല്ലെങ്കിൽ തെയ്യ് കത്തിക്കൊണ്ട് മരണപ്പെടുക, അപകടം സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ടും അവനിക്ക് അഭയം ലഭിക്കും. മാത്രമല്ല അവന് രാവിലെയും വൈകുന്നേരവും ഈ അസ്മാഉൽ ബദർ അവൻ ചൊല്ലി അവൻ പതിവാക്കിയാൽ അവന്റെ പ്രാർത്ഥനകൾക്ക് ഖബൂലിയത്തുണ്ട്, അവനക്ക് വിജയിക്കാൻ കഴിയും. മാത്രമല്ല ഏത് രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഏത് പമ്പന്മാരുടെയും അടുക്കൽ അവനക്ക് വിജയിക്കാൻ കഴിയും. അതേ പ്രകാരം ഗർഭിണികളായ സ്ത്രീകൾ അവർക്ക് അവരുടെ പ്രസവങ്ങളിലുള്ളതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതിനെ തൊട്ടെല്ലാം എളുപ്പമാക്കപ്പെടും. ഇങ്ങനെ നിരന്തരമായി അസ്മാഉൽ ബദർ നീ പതിവാക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിനക്ക് കാണാൻ കഴിയും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ അസ്മാഉൽ ബദരീകളെ സംബന്ധിച്ച്, നാമങ്ങൾ ഉച്ചരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കള്, യുവാക്കള്, രക്ഷിതാക്കന്മാര്, നമ്മുടെ വീടുകളിൽ നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അസ്മാഉൽ ബദർ പതിവാക്കണം. നമ്മൾക്കത് നമ്മുടെ വീടിനും നമ്മുടെ ജീവിതത്തിനും ദുന്യവിയും മുഖറയുമായ എല്ലാ ജീവിതത്തിനും നമുക്കത് ഉത്തമമാണ്, ഒരു ഖൈറാണ്. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ദർസിൽ എന്നും രാത്രി കുട്ടികൾ ഉറങ്ങുന്നതിന് മുമ്പ് അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടാണ് ഇതുവരെ നമ്മുടെ ദർസ് നടന്നു പോന്നിട്ടുള്ളത്. ഏതെല്ലാം ദിവസങ്ങളിൽ ഇവിടെ നമ്മൾ ദർസ് നടക്കുന്നുണ്ടോ അന്ന് രാത്രി രണ്ടാം ദർസ് കഴിഞ്ഞ് ആ അസ്മാഉൽ ബദറും അതിന്റെ ബൈത്തും ചൊല്ലിയതിന് ശേഷമാണ് ഇങ്ങനെ നമുക്ക്, നമ്മുടെ മഹലിനും നമ്മുടെ വീടുകൾക്കും നമ്മുടെ സ്വയം രക്ഷക്കും എല്ലാം അസ്മാഉൽ ബദർ എപ്പോഴും കാവലാണ്. അത് നമ്മൾ നമ്മുടെ വീടുകളിൽ പതിവാക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ പരിപാടി നമുക്കറിയാം, ഈ വർഷത്തെ പരിപാടി ചെറിയൊരു മാറ്റങ്ങളോട് കൂടിയാണ് നടത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും ഈ പരിസരത്തുള്ള എല്ലാ സഹോദരിമാരും, വീടുകാരും അവരെല്ലാവരും ഒരിക്കടികൾ കൊടുത്തയച്ചിട്ടുണ്ട്. അതേ പ്രകാരം നമ്മുടെ ഒരു സഹോദരൻ ഇതിനു വേണ്ട ജ്യൂസ് നൽകിയിട്ടുണ്ട്. അതേ പ്രകാരം ഒരുപാട് ആളുകൾ ഫ്രൂട്ട്സുകളും മറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതേ പ്രകാരം നമ്മുടെ നാർഷയിലേക്ക്
എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ആരെല്ലാം കാശ് നൽകിയിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അവർ ഉദ്ദേശിക്കുന്ന എല്ലാ മുറാദുകളും ഹലാലായ എല്ലാ മുറാദുകളും അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം കാശ് നൽകി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു, രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവർ അത് കാശ് നൽകിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരായ ബദരീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും മശായിഖന്മാരുടെയും ഉസ്താദന്മാരുടെയും മദദും സഹായവും ലഭിക്കുന്ന അവിടുത്തെ ശിഷ്യന്മാരിലും മുഹിബ്ബീങ്ങളിലും മുരീദന്മാരിലും അല്ലാഹു നാം എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ.